തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചെത്തിയ CP ജോൺ 24-നൊപ്പം ചേരുകയാണ്. സർ, ആദ്യമേ അഭിനന്ദനങ്ങളും ആശംസകളും ഒക്കെ അറിയിക്കുകയാണ്. ഇപ്പോൾ 10,000-ന് അപ്പുറം വോട്ടിന് വിജയിച്ച് കയറി. ഈ വിജയം പ്രതീക്ഷിച്ചിരുന്നോ? തീർച്ചയായിട്ടും ഈ വിജയം പ്രതീക്ഷിച്ചിരുന്നല്ലോ. കാരണം അതിപ്പോൾ എൻ്റെ ഒരു പെർഫോമൻസ് അല്ല, നമ്മുടെ ഈ മണ്ഡലത്തിൻ്റെ പ്രത്യേകതയും പിന്നെ നല്ല ഒരു സംഘാടനം. തീർച്ചയായിട്ടും രാഷ്ട്രീയ സാഹചര്യം വളരെ അനുകൂലമാണല്ലോ. ആ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യത്തെ സംഘടനാപരമായിട്ട് കോർത്തിണക്കുന്നതിൽ അതിലെൻ്റെ പങ്ക് ഏറ്റവും ചെറുതാണ്. ഒരു മുൻ SFI-കാരൻ എന്നുള്ള നിലയിൽ ചോദിക്കുകയാണ്. വലിയൊരു പരാജയമാണ് LDF. പ്രധാനമായും 2 തവണ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ നയിച്ചൊരു സർക്കാർ അടപടലം തകരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? CPM ബംഗാളിലേക്ക് പോവുകയാണോ എന്നതാണ് മൗലികമായിട്ടുള്ള ചോദ്യം. CPM-ൻ്റെ കണ്ണൂർ കോട്ട, കണ്ണൂർ, കാസർഗോഡ്, വടകര ആണ്. ആ 3 പാർലമെൻറ്റ് മണ്ഡലമാണ് CPM-ൻ്റെ എന്താ പറയുക ശിരസ് എന്ന് പറയുന്നത്. ആ ശിരസിന് ഭയങ്കരമായ അടിയേറ്റു. വൈതാളികന്മാർക്കും PR ഗ്രൂപ്പുകൾക്കും രാഷ്ട്രീയം വിട്ടുകൊടുത്തു. പണ്ട് PB ആയിരുന്നു, ഇപ്പോൾ PR-ആ. ഇപ്പോൾ PB തന്നെ ഒരു PR-ആ. CP ജോണിന് അർഹതപ്പെട്ടത് ഒരു മന്ത്രിസ്ഥാനം എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. മന്ത്രി സഭയിൽ ഉണ്ടാകുമോ? CMPക്ക് 91 മുതൽ CMPക്ക് ക്യാബിനറ്റ് ബർത്തുണ്ട്. ചരിത്രത്തിൽ ഒരു കക്ഷി എന്നുള്ള നിലയ്ക്ക് ക്യാബിനറ്റ് ബർത്തുള്ളൊരു കക്ഷിയാണ് CMP. അപ്പോൾ അത് ആവർത്തിക്കപ്പെടുക എന്നുള്ളത് സ്വാഭാവികമായിരിക്കും. അതല്ല, ഞാനല്ല വേറൊരാളാണ് ജയിച്ചിരുന്നെങ്കിലും അങ്ങനെ തന്നെയാണ്. എന്തായാലും ഉറപ്പായും മന്ത്രിസഭയിൽ ഉണ്ടാവും. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. അതാണല്ലോ അതിൻ്റെ നാച്ചുറൽ ചോയ്സ്. നിലവിൽ ഈ മുഖ്യമന്ത്രിയെ ചൊല്ലിയാണ് വലിയ അസ്വാരസ്യങ്ങളൊക്കെ ഉള്ളത് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ഇപ്പം RC ഉണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, VD സതീശനുണ്ട്, ഇതിനെ നയിച്ച KC വേണുഗോപാലുണ്ട്. അങ്ങയുടെ അഭിപ്രായത്തിൽ നിലവിൽ ഈ പുറത്തു നിന്നൊരാൾ വന്ന് ഈ വിജയത്തിൻ്റെ ആ ഒരു സുഗന്ധം അതില്ലാതാക്കണോ? അവർക്ക് ഈ പറഞ്ഞ പോലെ SOP ഉണ്ട്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രാക്ടീസ്. അതനുസരിച്ചൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാവും. ആ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നമ്മൾ അംഗീകരിക്കും. CPM എന്തായാലും ബംഗാൾ പോലെ കേരളമാകുന്നു എന്നൊരു സംശയമാണ് CP പങ്കുവെക്കുന്നത്. ഒപ്പം നിലവിൽ മന്ത്രിസഭയിൽ അവകാശപ്പെട്ടതാണ് CMPക്ക് എന്നുള്ളതും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ക്യാമറമാൻ മനീഷിനൊപ്പം റിനു ശ്രീധർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.